എപ്പോഴാണ് സംഭവിച്ചത്? കുറച്ചു നേരം തോന്നുന്നു. അകത്ത് പോച്ചടക്കുന്നു തോന്നുന്നു. ആ, എന്നാൽ അതാ നല്ലേ. അവരുടെ താകുമ്പോൾ വല്ല തുമ്പോ തുറുമ്പോ കിട്ടിയാൽ അത് അറിയാനും പറ്റും. ഞാനൊന്ന് കയറി നോക്കട്ടെ. സാറ് വല്ല തുമ്പോ തുരുമ്പോ കിട്ടിയാൽ അപ്പാടെ വിഴുങ്ങല്ലേ. ഇതൊരു മരണ കേസാ. കോൺസ്റ്റബിൾ, ഇവനേതാടോ? ഒന്ന് നോട്ട് ചെയ്തോളൂ. സാറ് പുതിയ ആളായതുകൊണ്ടാ. ഇത് സായാഹ്ന പത്രത്തിലെ റിപ്പോർട്ടറാ, സായാഹ്ന ശിവദാസൻ. ഈ ബോഡി ആരാ ആദ്യം കണ്ടത്? മാട്രനാണ് സാർ. അവർ തന്നെയാ സ്റ്റേഷനിൽ വിവരം വിളിച്ചു പറഞ്ഞത്. കമോൺ. എന്താ അയാളുടെ പേര്? ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? സാറേ, ഇത് ഞാൻ തന്നെയാ നടത്തുന്നത്. 10-12 വർഷമായി കാണും. എന്താ കൃത്യമായിട്ടൊന്നും പറയാൻ അറിയില്ലേ? 12 വർഷമായി സാറേ. ബോഡി നിങ്ങളാണ് ആദ്യം കണ്ടത്? ഞാൻ തന്നെയാ സാറേ ആദ്യം ബോഡി കണ്ടത്. ആ കുട്ടിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. അവരുടെ കൂടെ ഉള്ളവർ പുറത്തേക്ക് പോയപ്പോൾ എന്നോടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ റൂമിൽ പോയത്. അപ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഇവിടെ എത്ര പേര് താമസിക്കുന്നുണ്ട്? 10 പേരുണ്ട് സാർ. മരിച്ച കുട്ടിയുടെ റൂംമേറ്റ് ആരായിരുന്നു? ഈ 3 പേരാ റൂമിൽ താമസിച്ചിരുന്നത്. ഇന്നിവിടെ മരിച്ച കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയിരുന്നു. എന്താ നിങ്ങളുടെയൊക്കെ പേര്? നിത്യ, ഷഹന സർ. ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഓഫീസിലെത്തണം. കോൺസ്റ്റബിൾ സാർ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് എടുക്കാനുള്ള നടപടി എടുത്തോളൂ. ശരി സാർ. ശരി. ആരായാൾ? സർ, അത് ഇവിടുത്തെ വാച്ച്മാനാണ്. താനെന്നാൾ ഓഫീസിലേക്ക് വരിക. ചോദ്യം ചെയ്യലൊക്കെ അവിടെ നാട്ടെ.
യെസ്. ആ ഹോസ്റ്റലിലെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ആ ശരി. ശരി സാർ. പ്രീത, സർ. മേട്ടനോട് വരാൻ പറയൂ. ശരി സർ. വരൂ. വരൂ. ഇരിക്കും. ഇന്നലെ അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾക്കറിയാവുന്ന കാര്യം തുറന്നു പറയൂ. സാർ, ഇന്നലെ രാവിലെ എടി സു, നീ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കാതെ എന്തെങ്കിലും കഴിക്ക്. അല്ലെങ്കിൽ ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം, അതെങ്കിലും കഴിക്ക്. എടി, ഞാനത് ബിനായുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ഇവിടെ എത്തും. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. നാലുപേർ സംഘത്തിൽ ഒരാളില്ലേ? അവക്ക് നല്ല സുഖമില്ല, നല്ല പനിയും തലവേദനയും ഉണ്ട്. മാഡം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നിങ്ങൾ ഇറങ്ങിക്കോ, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതാണ് സാർ ഇന്നലെ അവിടെ നടന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. ശരി, നിങ്ങൾക്ക് പോകാം. എപ്പോൾ വിളിച്ചാലും എത്തിക്കോണം. ശരി സാർ. പ്രീത, സർ. ആ 3 പേരോട് ഇങ്ങ് വരാൻ പറയൂ. ശരി സർ. നിങ്ങൾ 3 പേരെയും സാറ് വിളിക്കുന്നു. വരൂ. ഇങ്ങോട്ട് മാറി നിൽക്കടി. അല്ല, നിങ്ങൾക്ക് ഈ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു സർ അവൾ. ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു. അന്ന് രാവിലെ ബിനോയ് അവൾക്ക് മരുന്ന് തന്നുവിട്ടത് എന്റെ കയ്യിലായിരുന്നു. ആരായി ബിനോയ്? അത് സുസ്മിതയുടെ ബോയ് ഫ്രണ്ടാ. ഒരു മൊബൈൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവാ. അവര് തമ്മിൽ എങ്ങനെയായിരുന്നു? അവർ രണ്ടാളും നല്ല ഇഷ്ടത്തിലായിരുന്നു സർ. ആ അടുപ്പം കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നിട്ടുണ്ട്. അപ്പൊ നീയാണോ അത് ചെയ്തത്? അല്ല സർ, അന്ന് ബിനോയ് തന്നുവിട്ട മരുന്ന് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് നേരത്തെ ആണല്ലോ. ഒരു 10 മിനിറ്റ് ഒരു ഹെൽപ്പ് ചെയ്യാൻ നിത്യ. ഈ മരുന്നൊന്ന് സുസ്മിതയ്ക്ക് കൊടുക്കൂ. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ കൊടുത്തേക്കാം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എടി നിത്യ, നീ എന്നാ അത് കൊടുത്തിട്ട് വാ, ഞങ്ങൾ പതുക്കെ നടക്കാം. ഓക്കേടാ, ബൈ. നിത്യ, ഇന്നെന്താ അങ്ങോട്ട് തന്നെ? സുസ്മിതയ്ക്ക് മരുന്ന് കൊടുക്കാൻ വന്നു. ആ സുസ്മിതേ, ഞാൻ ആ മരുന്ന് നിത്യയുടെ അടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്താ ബിനോയ്, നിന്നെ കാണണമെന്ന് വിചാരിച്ചതായിരുന്നു. നീ എന്തിനാ മരുന്ന് അവളുടെ അടുത്ത് കൊടുത്തേ? നിനക്ക് വന്നാ മതിയായിരുന്നില്ലേ? സോറിടാ. ഐ ലവ് യു ചക്കര ഉമ്മ. സു, നീ മരുന്ന് കഴിക്ക്. ബിനോയ് തന്നതാ. ഇപ്പൊ എങ്ങനെയുണ്ട് പനി? കുറവുണ്ടടി. ഇതിന്റെ പേരിൽ ഇന്നിവിടെ കിടക്കാലോ. പിന്നെ ബിനോയോട് സംസാരിക്കുകയും ചെയ്യാം. നീ എന്താന്ന് വെച്ചാ ചെയ്യ. ഞാൻ ഇറങ്ങുവാ. ആ മരുന്നൊന്ന് വേഗം കഴിക്ക്. നിത്യ, നീ പോവുകയാണോ? ഞാനുണ്ട് കൂടെ. എനിക്ക് ടൗണ് വരെ ഒന്ന് പോകണം. എന്നാ മാഡം വേഗം പോവാം. സാർ, ഇന്നലെ അതാണ് സംഭവിച്ചത്.
പിന്നീട് മരണപ്പെട്ട വിവരമാണ് ഞങ്ങൾ അറിയുന്നത്. യെസ്. ഹലോ, CI സാർ അല്ലേ? അതെ. ഞാൻ ഡോക്ടർ മുകുന്ദനാണ്. സുസ്മിതയുടെ ബോഡി ഞാനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഒരു മൽപ്പിടുത്തം നടത്തിയതിൻ്റെ ലക്ഷണമൊക്കെ അതിലുണ്ട്. പിന്നെ സാറേ, ഒരു റേപ്പ് അറ്റംപ്റ്റ് ആണോ എന്നും സംശയിക്കാനിടയുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ശരി, നിങ്ങൾക്ക് പോകാം. കോൺസ്റ്റബിൾ, ബാക്കി നമുക്ക് നാളെ ചോദ്യം ചെയ്യാം. ശരി സർ. CI സാറിനോട് ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞത് ആ സുസ്മിതയുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. എന്താ ഡോക്ടർ, വല്ല പോസിറ്റീവായിട്ടുള്ള വല്ലതും? ഞാനന്ന് പറഞ്ഞില്ലേ ഒരു റേപ്പ് അറ്റംപ്റ്റ് നടന്നതിൻ്റെ ലക്ഷണമുണ്ടെന്ന്. പക്ഷേ എന്തോ അതിന് കഴിയും മുമ്പേ അയാൾക്ക് അവളെ കൊല്ലേണ്ടി വന്നു, അതും ശ്വാസം മുട്ടിച്ച്. ഇനി ആരെങ്കിലും ഭയന്ന് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാവാനും സാധ്യതയുണ്ട്. എന്തായാലും മരണം നടന്നത് അങ്ങനെയാണ്. എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. സാർ, നമ്മുടെ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങാറായി. നമുക്കാദ്യം ആ വാച്ച്മാനിൽ നിന്ന് തുടങ്ങാം. ശരിയാ സാറേ, നമ്മളന്ന് അയാളെ ചോദ്യം ചെയ്യാതെ വിട്ടതല്ലേ. അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല. പിന്നെ നമ്മുടെ കയ്യിലൊരു തെളിവുണ്ടല്ലോ, അത് ആരതാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയില്ലല്ലോ സാറേ. കറക്റ്റ്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ജോലി എളുപ്പമായി. ആ വാച്ച്മാനെ ആദ്യം ചോദ്യം ചെയ്യാം. ശരി സാർ. ഹലോ. അതെ. എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ. എടി സിംലെ, ഇന്നലെ ആ വാച്ച്മാനെ ചോദ്യം ചെയ്യുന്നത്, ഇനി അയാൾ വല്ലതും? അല്ല, നിനക്കെന്താ ഇത്ര ഭയം? ഇനി നീയാണോ സുസ്മിതയെ കൊല്ലിച്ചത്? അല്ല, അതോ നിനക്ക് വല്ല പങ്കുണ്ടോ? അതല്ലടി, ആ വാച്ച്മാനും നിത്യയും തമ്മിൽ അത്ര രസത്തിലല്ലോ. ഇനി അവളെ കുറിച്ച് അയാൾ വല്ലതും പറയോ? അതാണ് എനിക്ക്. നീ അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. ഇന്ന് നിത്യ കോളേജിലേക്കില്ലെന്ന് പറഞ്ഞപ്പോ നീ അവളുടെ മുഖം ശ്രദ്ധിച്ചോ? എന്തോ ഒരു ഭയമുള്ള പോലെ. അവൾ അങ്ങനെയൊന്നല്ലല്ലോ, നമുക്കറിയില്ലേ. എന്തെങ്കിലും ആവട്ടെ, നീ ഇങ്ങ് വന്നേ, നമുക്ക് വേഗം കോളേജിൽ പോവാം. സാർ, ആ വാച്ച്മാൻ വന്നിട്ടുണ്ട്. അയാളോട് വരാൻ പറയൂ. വരൂ. നമസ്കാരം സാർ. അല്ല, നിങ്ങൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു സാർ. നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്നോടൊന്ന് തുറന്നു പറയാനുണ്ടെന്ന്. പറഞ്ഞോ, തുറന്നു പറഞ്ഞോളൂ. സാറ് പറഞ്ഞു കേട്ടില്ലേ, തുടങ്ങിക്കോ.
സാർ അന്നവിടെ നടന്നത് ഒരു കൊലപാതകമാണെന്നാണ് എൻ്റെ സംശയം. അതെന്താ അങ്ങനെ പറയാൻ? അല്ലെങ്കിൽ പിന്നെ അവൾ വീണ്ടും ആ കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാ? അവൾ തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടതാ. എന്തോ ഒരു പന്തിയിടാന്ന് എനിക്ക് തോന്നി. എന്തു പന്തികേടാ തോന്നിയത്? ആ പെണ്ണുണ്ടല്ലോ നിത്യ, മഹാപിഴയാ സാറേ. ഒരിക്കലൊരാളുമായി ടാറ്റാ ബൈ. വാച്ച്മാൻ ഗേറ്റ് തുറക്കൂ. ഗേറ്റ് തുറക്കാൻ സമയത്രയെന്ന് അറിയോ കുട്ടിക്ക്? 10 മണി കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കരുതെന്നാണ് ചിട്ട. അത് ഞാൻ തെറ്റിക്കില്ല. പക്ഷേ കുട്ടിയൊന്ന് മനസ്സ് വെച്ചാൽ ഞാനൊന്ന് തുറന്നു തരാം. ഇന്ന് മാത്രമല്ല എന്നും. എന്താ? ഹലോ, ആ പ്രവീൺ, നീ ഇങ്ങോട്ട് നിന്ന് തിരിച്ചു വരണം. ആ വേഗം. ആ ശരി. എന്നോടാ കളി. അന്നാ ചെയ്തതിന് അവൾ പിന്നീട് ഒരു ദിവസം അവളെ കയറി പിടിച്ചെന്ന് പരാതി പറഞ്ഞ് എന്നെ സസ്പെൻഡ് ചെയ്യിച്ചു. പിന്നീട് മാഡത്തിന് തന്നെ ബോധ്യമായി ഞാൻ നിരപരാധിയാണെന്ന്. അതുകൊണ്ടാ ഇപ്പോഴും ഞാൻ അവിടെ നിൽക്കുന്നത്. വലിയ വീട്ടിലെ പെമ്പിള്ളേരല്ലേ സാറേ, മാഡം കണ്ടില്ലെന്ന് അടിച്ചു നിൽക്കുന്നതാ. നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള കാര്യം ഇപ്പോഴും പറഞ്ഞില്ല. സാറേ, സംഭവം നടന്ന ദിവസം പുറകിലത്തെ ഡോർ തുറന്നു വരുന്നത് ഞാൻ കണ്ടതാ. മുകളിലത്തെ മുറിയിൽ കയറാൻ. ഇതാണ് സാറേ അന്ന് അവിടെ നടന്നത്. അപ്പോൾ ഒരാളെ കൊല്ലുന്നത് കയ്യും കെട്ടി നോക്കിയെന്നാണോ? അല്ല, അത് സാറേ ഞാൻ. നിങ്ങൾക്ക് പോകാം. എപ്പോൾ വിളിച്ചാലും ഹാജരായിക്കോണം.
സുസ്മിതയുടെ മരണം ഒരു കൊലപാതകമാണ്. അത് ചെയ്ത ആൾ ഇവിടെ തന്നെയുണ്ട്. നീയാണോ അത് ചെയ്തത്? ഞാൻ തന്നെ അവളെ കൊന്നത്. അന്ന് ബിനോയ് തന്നുവിട്ട മരുന്ന് മാറ്റിക്കൊടുത്ത് അവളെ കൊന്നത് ഞാൻ തന്നെയാ. അതെനിക്ക് ബിനോയെ കിട്ടാൻ വേണ്ടിയാ, അല്ലാതെ അവളെ കൊല്ലണമെന്ന് വിചാരിച്ചല്ല. എന്താ നിത്യ ഞാൻ കേൾക്കുന്നത്? അതെ മാഡം, ഞാൻ അറിയാതെ ചെയ്തു പോയി. അതെന്തിന്? ബിനോയ് സുസ്മിത ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അന്നൊരു ദിവസം ദേഷ്യല്ല മനസ്സ് കൊണ്ട് നടന്ന് ഞാൻ അവളെ കൊന്നത്. ഞാൻ തന്നെ അവളെ കൊന്നത്. കോൺസ്റ്റബിൾ അറസ്റ്റ്. യെസ് സർ. നടക്കടി ഇങ്ങോട്ട്. നിത്യ നമ്മൾ അറസ്റ്റ് ചെയ്തു. പക്ഷേ മരണം നടന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയ തെളിവുകൾ അതാരുടേതാണ്? അതുമാത്രമല്ല, ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുണ്ട്. പക്ഷേ മരുന്ന് മാറ്റിക്കഴിച്ചാണ് സുസ്മിത മരിച്ചതെന്ന നിത്യയുടെ ധാരണയാണ് തെറ്റിക്കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ നിത്യയെ റിലീസ് ചെയ്യുകയല്ല സാർ നല്ലത്? അതുമാത്രമല്ല, ഡോക്ടർ പറഞ്ഞ പ്രകാരം ഒരു റേപ്പ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കാനിടയുണ്ട്. സാറേ, നമുക്ക് ആ വാച്ച്മാനെ സംശയിച്ചുകൂടെ? അതിനു മുമ്പ് ആ മേട്ടറിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം. അതിനു വേണ്ട നടപടികൾ പെട്ടെന്ന് നടക്കട്ടെ. ഓക്കെ സാർ. വരൂ, ഇരിക്കൂ. കോൺസ്റ്റബിൾ, ആ നിത്യയെ വിളിക്കൂ. സാർ. നിത്യ, താൻ അന്ന് പറഞ്ഞിരുന്നത് മെഡിസിൻ കൊടുക്കാനാണ് നീ ഹോസ്റ്റലിൽ വന്നിരുന്നതെന്നും 2ാം തവണയും നീ വന്നിരുന്നതായി നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ ചോദിക്കുന്നത്, നീ ആദ്യം വന്ന സമയത്ത്, അതായത് മെഡിസിനുമായി വന്ന സമയത്ത് അപരിചിതരോ പരിചിതരവുമായിട്ട് ആരെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? എനിക്ക് ഓർമ്മയില്ല സർ. ഇല്ലെന്നാണ് തോന്നുന്നത്. മേഡത്തിന് ഓർമ്മയുണ്ടോ അവിടെ ആരെങ്കിലും വന്നതായി? അങ്ങനെ പറഞ്ഞാൽ നിത്യ വന്ന സമയത്ത് എൻ്റെ മകൻ കിരണും അവിടെ ഉണ്ടായിരുന്നു. അവനെന്തിനാ അവിടെ വന്നത്? അവന് കുറച്ച് പണം വേണമെന്ന് പറഞ്ഞിരുന്നു. അത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്.
അവനെന്താ പഠിക്കാണോ? അതെ സാർ, MSc ഫൈനലറാ. ഏതായാലും കിരണിനെ ഒന്ന് കാണണം. സാർ, അവൻ എന്ത് ചെയ്തു എന്നാ? അവൻ ചെയ്തോ ഇല്ലയോന്ന് അവനോട് ചോദിച്ചാൽ തന്നെ അറിയൂ. നിത്യം പോയിക്കോളൂ, ഞാൻ വിളിപ്പിക്കുമ്പോൾ വരണം. ശരി സാർ. സാർ, നമുക്ക് 3-ാം ഘട്ടം തുടങ്ങാറായി. ആദ്യം നേരെ MICയിലേക്ക്. ഓക്കെ സാർ. അവനെ നമ്മൾ അവിടെ ചെന്ന് കാണും, അതല്ലേ നല്ലത്? അതുതന്നെയാ നല്ലത്. ഇപ്പൊ ശരിക്കും മനസ്സിലായി സാറിന്റെ ഐഡിയ. വേഗം തിരിക്കാം. സാറേ ആ നിൽക്കുന്ന കിരൺ. കിരണല്ലേ? കേരള വണ്ടിയില് എന്താ സാർ? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാ. കിരണിനെ ഇവിടെ എത്തിച്ചത് എന്തിനാണെന്നറിയോ? ഇല്ല സാർ. കിരണിന്റെ അമ്മ നടത്തുന്ന ലേഡീസ് ഹോസ്റ്റലിൽ ഒരു മരണം നടന്നിരുന്നു. അതോർക്കുന്നുണ്ടോ? ഉണ്ട് സാർ. സുസ്മിത മരണപ്പെട്ടെന്ന് കിരൺ അവിടെ വന്നിരുന്നെന്ന് കിരണിന്റെ അമ്മ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. കിരൺ എന്താണ് പറയാനുള്ളത്? പോയിരുന്നു സാർ. എനിക്ക് പണത്തിന്റെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ അവിടെ പോയത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ തിരിച്ചു പോരും ചെയ്തു. എന്താ? അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പൊ ഇവിടെ വേക്കൻസി ഒന്നുമില്ല. നീ എന്തെത്ര നേരത്തെ വന്ന്? നേരത്തെ കിട്ടിയ നേരത്തെ പോകാലോ. അമ്മ ക്യാഷ് വേഗം തന്നേ. അത് നിന്റെ കയ്യിൽ ഇപ്പോഴില്ല. ഇനി വൈകുന്നേരം വരാന്നല്ലേ പറഞ്ഞത്. ഏതായാലും നീ ഇരി. ആ നിത്യ ഇവിടെ വന്നിട്ടുണ്ട്. അവളെ ഇറങ്ങുമ്പം ഞാനും കൂടെ പോയി ATM ന്ന് കാശെടുത്ത് വരാം. നിത്യ, നീ പോവുകയാണോ? ഞാനുണ്ട് കൂടെ. എനിക്ക് ടൗണ് വരെ ഒന്ന് പോകണം. എന്നാ മേഡം വേഗം പോവാം. എത്രയായി? 20 രൂപ. എനിക്ക് പെട്ടെന്ന് പോണോ? നീ എന്താ ഇങ്ങനെ വേർതിരിക്കുന്നത്? ഒന്നുമില്ല. ശരി ശരി, നേരാമണ്ണം പഠിച്ചാൽ നിനക്ക് കൊള്ളാം. കളിയൊന്നും വേണ്ട. ലാസ്റ്റ് ഇയർ ആണെന്നുള്ള ഓർമ്മ വേണം. എന്താ ഞാൻ പോട്ടാമേ? ആ, ഇതാണ് സാർ അന്ന് നടന്നത്. അപ്പൊ ഇതോ? അതെ സാർ. കിരണിന് എപ്പോഴും കയ്യിൽ ചരട് കിട്ടുന്ന സ്വഭാവം ഉണ്ടോ? സാർ, ഇത് കിരണിൻ്റെതല്ലേ? അതെന്റെ തന്നെയാ. സംഭവ സ്ഥലത്തു നിന്നും അന്ന് ഞങ്ങൾക്ക് കിട്ടിയതാ. പറയൂ, അന്നെന്താ സംഭവിച്ചത്? സത്യം പറ മോനെ, നിന്റെ വായി തന്നെ അത് കേൾക്കണം. അന്ന് സംഭവം നടന്ന ദിവസം ഇല്ലടാ, പനി കുറവുണ്ട്. മരുന്ന് കഴിച്ചു.
നിങ്ങൾ ബുദ്ധിമാനായ ഒരു കുറ്റവാളിയാണ്. കമോൺ, നടക്ക്. നടക്ക്. നിങ്ങളെ എല്ലാവരെയും കൊണ്ട് വിളിപ്പിച്ചത് ലേഡീസ് ഹോസ്റ്റലിലെ മരണം ഒരു കൊലപാതകം തന്നെയാണ്. പക്ഷേ അത് ചെയ്തത് ഈ നിത്യയല്ല, ഈ കിരണാണ്. അവൻ അങ്ങനെ ചെയ്യില്ല സാർ. ഇത് ആരുടേതാണെന്ന് അറിയാമോ മാഡത്തിന്? ഇത് കിരണന്റെതാണല്ലോ. എന്നാലേ ഇത് കിട്ടിയത് സുസ്മിതയുടെ റൂമിൽ നിന്നാണ്. എല്ലാ കാര്യവും കിരൺ സമ്മതിച്ചിട്ടുണ്ട്. കുറ്റം ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകണം സാർ. കോൺസ്റ്റബിൾ, ഇവനെ കൊണ്ടുപോകും. നടക്ക്. അമ്മേ, ഈ അന്വേഷണത്തിന്റെ അവസാനം സാറ് വിജയിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള നിയമപാലകരെയാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ നിയമം കയ്യിലെടുക്കുന്ന ജനങ്ങളെയല്ല. ഇതിനെക്കുറിച്ച് സാറിന് എന്തെങ്കിലും പറയാൻ? ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു. അതിന് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും എന്നെ സഹായിച്ചു. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി.